9 വർഷത്തോളമായി ബി.ജെ.പി. അടക്കി ഭരിച്ചിരുന്ന പാലക്കാട് വൻ തേരോട്ടം നടത്തി വിജയിച്ചിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ബി.ജെ.പി. കോട്ടകൾ പോലും നിലംപരിശാക്കി മണ്ഡലം കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ നിയമസഭയിലേക്ക് നടന്നു കയറിയിരിക്കുകയാണ് ഈ 35-കാരൻ. ആരാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ? എവിടെയാണ് ഈ രാഷ്ട്രീയ നേതാവിന്റെ തുടക്കം? നമുക്ക് പരിശോധിക്കാം. ചാനൽ ചർച്ചകളിലെ കോൺഗ്രസ് മുഖമായിരുന്ന രാഹുൽ ജനഹൃദയങ്ങളിലേക്ക് ഇരച്ചു കയറിയത് ഒരൊറ്റ രാത്രി കൊണ്ടാണ്. ഒരുപക്ഷെ കേരളം അടുത്ത കാലത്തൊന്നും മറക്കാനിടയില്ലാത്ത ആ ഒരൊറ്റ രാത്രി കൊണ്ട് നേതാക്കന്മാർക്ക് ഒട്ടും കുറവില്ലാത്ത കോൺഗ്രസിലെ വെറുമൊരു നേതാവായി മാത്രം ഒതുങ്ങിപ്പോകുമായിരുന്ന രാഹുലിനെ ഒരു ബ്രാൻഡാക്കി മാറ്റിയതിന്റെ നന്ദി മുഴുവൻ കേരള പോലീസിനും ആഭ്യന്തരമന്ത്രി പിണറായി വിജയനുമാണ്. കണ്ണൂരിൽ നിന്നുള്ള സുധാകരന്റെ വരവോടെ സെമി കേഡർ പാർട്ടിയിലേക്ക് മാറിക്കൊണ്ടിരുന്ന കോൺഗ്രസിലേക്ക് രാഹുൽ കൂടി ചേരുന്നതോടെ സമരങ്ങളുടെ മുഖം മാറുന്നു. ലാത്തി കണ്ടാൽ പേടിച്ചോടിയിരുന്ന കോൺഗ്രസുകാരെ രാഹുൽ ചേർത്തു നിർത്തുന്നു. അവരെ മുന്നിൽ നിന്ന് നയിക്കുന്നു. ജലബീരങ്കികൾക്ക് മുന്നിൽ പതറാതെ ഉറച്ചു നിൽക്കാൻ പഠിപ്പിക്കുന്നു. പിന്നീട് കാണുന്ന കോൺഗ്രസിന്റെ സമരങ്ങൾക്കെല്ലാം മറ്റൊരു മുഖമായിരുന്നു. അതെല്ലാം മുന്നിൽ നിന്ന് നയിച്ചത് രാഹുലുമായിരുന്നു. ഈ വർഷം ആദ്യം നടന്ന സെക്രട്ടേറിയറ്റ് മാർച്ചാണ് രാഹുലിന്റെ രാഷ്ട്രീയ തലവര തന്നെ മാറ്റുന്നത്. സെക്രട്ടേറിയറ്റ് മാർച്ച് മുന്നിൽ നിന്ന് നയിച്ച രാഹുലിന് മേൽ പോലീസ് കേസെടുക്കുന്നു. കേവലം ഒരു ഫോൺ കോൾ കൊണ്ടുപോലും സ്റ്റേഷനിലെത്തുമായിരുന്ന രാഹുലിനെ അന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത രീതി തികച്ചും വിചിത്രമാണ്. കേരളം ഒന്നാകെ കണ്ട ആ അറസ്റ്റ് രീതിയുടെ ചിത്രം ഇങ്ങനെ. ഈ വർഷം ജനുവരി 9-ാം തീയതി രാഹുലിന്റെ അരൂരിലെ വീട് പുലർച്ചെ സമയത്ത് പോലീസ് വളയുന്നു. ഭീകരവാദിക്ക് വലവിരിക്കും പോലെയായിരുന്നു പോലീസിന്റെ പിന്നീടുള്ള ഓരോ നീക്കങ്ങളും. പോലീസ് പതിയെ രാഹുലിന്റെ വീട്ടിലേക്ക് ഇരച്ചു കയറി. ഉറങ്ങിക്കിടക്കുകയായിരുന്ന രാഹുലിന്റെ വീടിനെ പോലീസ് തട്ടിവിളിച്ചു. പിന്നീട് നടന്ന ഓരോ ദൃശ്യങ്ങളും മാധ്യമങ്ങൾ സസൂക്ഷ്മം വിവരിച്ചെടുത്തു. അന്നത്തെ ദിവസത്തെ ബ്രേക്കിംഗ് ആയി ഓരോ നീക്കങ്ങളും മാധ്യമങ്ങൾ എയർ ചെയ്തു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം രാഹുലിനെ പോലീസ് ജീപ്പിലേക്ക് തള്ളിക്കയറ്റുന്ന ദൃശ്യം കേരളക്കരയാകെ ചൂടുപിടിപ്പിച്ചു. കേരളത്തിലൊട്ടാകെ യൂത്ത് കോൺഗ്രസ് സർക്കാരിനെതിരെ പ്രതിഷേധ സ്വരങ്ങളുമായി രംഗത്തെത്തി. അധികാരത്തിന്റെ ഉഹുങ്കിൽ എന്തും ചെയ്യാമെന്ന സർക്കാരിന്റെ വ്യാമോഹത്തെ യൂത്ത് കോൺഗ്രസ് തല്ലിക്കെടുത്തി. അധികാരികളുടെ കണ്ണിൽ കരടായിരുന്നവൻ ജനങ്ങളുടെ മനസ്സിൽ രാജാവായിരുന്നു എന്ന KGF-ലെ ഡയലോഗ് അന്വർത്ഥമാക്കുന്ന വിധത്തിലായിരുന്നു പിന്നീട് നടന്ന ഓരോ സംഭവങ്ങളും. അറസ്റ്റ് കഴിഞ്ഞ് കൃത്യം 9-ാം ദിനം റിമാൻഡ് കഴിഞ്ഞ് രാഹുൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന ദിനം യൂത്ത് കോൺഗ്രസ് ജയിലിനും പുറത്ത് നൽകിയ സ്വീകരണവും അന്നേ ദിവസം വൻ വാർത്തയായിരുന്നു. അധികാരത്തിന്റെ ഹുങ്കിൽ എന്തും ചെയ്യാമെന്നുള്ള രാഷ്ട്രീയ തന്ത്രങ്ങളെ അടിച്ചു തകർത്ത രാഹുൽ അതോടുകൂടി സ്വന്തമായൊരു ബ്രാൻഡ് തന്നെ പടുത്തുയർത്തി. രാഹുൽ മാങ്കൂട്ടത്തിൽ. ഊരിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ നടന്ന കഥയൊന്നും രാഹുൽ മാങ്കൂട്ടത്തിലിന് പറയാനില്ല. എന്നാലും പോലീസുമായി എന്നും അംഗം വെട്ടിയും ജലബീരങ്കികൾക്ക് മുന്നിൽ നെഞ്ചും വിരിച്ചു നിന്ന കഥകളാണ് രാഹുലിന് പറയാനുള്ളത്. എന്നും യുവാക്കൾക്ക് ആവേശമായി മാറിക്കൊണ്ടിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. സെക്രട്ടേറിയറ്റിന് 100 വാരകലെ ബാരിക്കേഡ് കൊണ്ട് രാഹുലിനെ തടഞ്ഞ അതേ പോലീസ് തന്നെ ഇനി രാഹുലിന് വഴിയൊരുക്കും. രാഹുലിന്റെ മധുര പ്രതികാരം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. ചെറുപ്പത്തിൽ അച്ഛൻ ഊരിവെച്ച കതർ ഒരിക്കൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എടുത്തണയുന്നു. അതിൽ അദ്ദേഹത്തിന് വല്ലാത്തൊരു സുരക്ഷിതത്വം അനുഭവപ്പെട്ടു. ഇതാണ് രാഹുലിനെ കോൺഗ്രസിലേക്ക് അടുപ്പിച്ചതെന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളത്. ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ മരണപ്പെട്ട രാഹുലിനെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും താങ്ങും തലോടലുമായി നിന്നത് രാഹുലിന്റെ സ്വന്തം ബീനാമയും സഹോദരിയുമാണ്. 18 വർഷമായി സംഘടനാ രംഗത്തുള്ള രാഹുൽ ഒരു MLA ആകുന്നത് ഇപ്പോഴാണ്. 2024 ലോക്സഭാ ഇലക്ഷനിൽ ഷാഫി പറമ്പിൽ വടകരയിലേക്ക് വണ്ടി കയറിയതോടെയാണ് പാലക്കാട് രാഹുലിന്റെ ചിത്രം തെളിയുന്നത്. തന്റെ സംഘടനാ ജീവിതത്തിൽ തന്നെ കൈപ്പിടിച്ചുയർത്തിയത് ഷാഫി പറമ്പിൽ എന്ന കരുത്തുറ്റ നേതാവാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പലഘട്ടത്തിലും പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ തന്റെ മൂത്ത സഹോദരൻ എന്നാണ് ഷാഫി പറമ്പിലിനെ രാഹുൽ വിശേഷിപ്പിക്കാറുള്ളത്. ഷാഫി സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞ സമയത്താണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ കളത്തിലേക്ക് വരുന്നത്. ഇപ്പോഴിതാ ഷാഫിയുടെ പിൻഗാമിയായി പാലക്കാട് MLA-യുമായി മാറിയിരിക്കുന്നു. 2006 KSU അംഗമായാണ് രാഹുലിന്റെ രാഷ്ട്രീയത്തിലേക്കുള്ള രംഗപ്രവേശനം. 2007 യൂത്ത് കോൺഗ്രസ് പെരിങ്ങാട് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റും KSU അടൂർ നിയോജക മണ്ഡലം പ്രസിഡന്റുമായി. 2021 KSU ജില്ലാ പ്രസിഡന്റായ രാഹുൽ 2016 KSU സ്റ്റേറ്റ് സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. 2020 യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടറിയായ രാഹുൽ 2023 യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റുമായി. ഇപ്പോഴിതാ പാലക്കാട് നിന്നും വിജയിച്ച് MLA-യുമായി മാറിയിരിക്കുന്നു.